ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിന് പ്രണവ് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടാതെ ഹാളിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് നിർമ്മല അവിടേക്ക് വരുന്നത്. ഗൗതം ഇങ്ങനെ പ്രണവ് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നിർമ്മല ഗൗതമിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ മോനെ നീ ഇത്രയും നേരമായിട്ട് ഉറങ്ങാത്തത്, എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ എന്താ ഉറങ്ങാത്തത് എന്ന് ചോദിക്കാട്ടോ. അല്ല മോൻ എന്താ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്ന് പ്രണവ് പറഞ്ഞ ഓരോ വാക്കുകളും ഓർക്കുകയായിരുന്നു. എനിക്കെന്തോ ഉറക്കം കിട്ടുന്നില്ല അമ്മേ, വല്ലാത്തൊരു മനപ്രയാസം തോന്നുന്നു. ഓഫീസിൽ പോയാലാണെങ്കിൽ അവിടെയും ഒരു സമാധാനവുമില്ല, വീട്ടിൽ വന്ന അവിടെയുമില്ല. എനിക്കിതൊക്കെ വലിച്ചെറിഞ്ഞ് എവിടേക്കെങ്കിലും പോയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോഴാണ് നിധി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത്. അപ്പോൾ ഗൗതമിനെ റൂമിൽ കാണുന്നില്ല എന്ന് കാണുമ്പോൾ നിധി ഹാളിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്താണ് ഗൗതമും നിർമ്മലയും സംസാരിക്കുന്നത് നിധി കാണുന്നത്. അപ്പോൾ നിധി അവിടെ തന്നെ നിന്ന് പോവുകയാണ് അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഈ സമയം പാറു ആണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി താഴേക്ക് വരുന്ന സമയത്താണ് നിർമ്മലയും ഗൗതമും സംസാരിക്കുന്നത് കാണുന്നത് കേട്ടോ. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പാറു അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഗൗതമും നിർമ്മലയും സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോയാലോ എന്നുള്ള വാക്ക് പറയുമ്പോൾ പാറു ആകങ്ങ് പേടിച്ചു പോവുകയാണ്. എന്താ ഈ ഗൗതം ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഗൗതം പറയാണ്, ഒരു സമാധാനവുമില്ല, വീട്ടിലെ അന്തരീക്ഷവും വളരെ വിഷമത്തിലാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. പ്രണവാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. പ്രണവിനെ ശിവാനി അത്രയധികം മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ചന്ദ്രബോസിന്റെ കളിപ്പാവകളായിട്ടാണ് പ്രണവ് ഇടക്കുന്നത്. അവനോട് എത്ര പറഞ്ഞാലും അവനത് മനസ്സിലാകുന്നുമില്ലല്ലോ അമ്മേ എന്ന് പറയണേ. ഗൗതം നീ എന്താ ഈ പറയുന്നത്? ഈ ചെറിയ സംഭവത്തിനൊക്കെ നീ വീട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കേ, അത് ശരിയല്ലല്ലോ. അപ്പോൾ നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. എൻ്റെ ഒരു കാര്യം ചിന്തിച്ചുകൂടെ നിനക്ക്? ഞാൻ എത്രത്തോളം അധികം പ്രശ്നത്തിലൂടെയാണ് ഇത്രയും കാലം ഈ 30 വർഷമായി കടന്നു വന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ മോൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ മോനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവനുള്ള വീട്ടിലേക്ക് പോയി ഞാനാണ് നിൻ്റെ അമ്മ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവനെ വളർത്തി വലുതാക്കിയത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇക്കാര്യം അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ മോൻ്റെ കാര്യം ഞാൻ അവരോട് പറയും? ഞാൻ എങ്ങനെ എൻ്റെ മോനെ സ്വന്തമാക്കും? അങ്ങനെയുള്ള അവസ്ഥയും ധർമ്മസങ്കടവും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല ഉണ്ടാവുക, അതിൽ ദുഃഖവും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി മോൻക്ക് എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ തന്നെ കഴിയും. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അല്ലെങ്കിൽ നാളെ നിന്നെ ഉറപ്പായും പ്രണവ് മനസ്സിലാക്കും. എന്നിട്ട് പ്രണവ് നിന്റെ അടുത്തേക്ക് വരും. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് പ്രണവിന് ബോധ്യമായിട്ട് പ്രണവ് നിന്റെ അടുത്തേക്ക് വരും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ നിർമ്മല ആശ്വസിപ്പിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു മനസമാധാനം വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന പാറുവിനാണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കുന്നില്ല. ഇവൾ പറഞ്ഞു വരുന്നത് ഗൗതമിൻ്റെ അമ്മ ഞാനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇവളെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തുന്നത് അപകടമാണ് എന്നൊക്കെ പാറു ആ നിമിഷം ചിന്തിക്കുകയാണ്. നിർമ്മല പറയാണ്, എനിക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയത്, എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ അങ്ങ് പോയത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതുപോലെ മോൻ്റെ ജീവിതം ഒരിക്കലും അങ്ങനെ തകരാൻ പാടില്ല. എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തേ മതിയാവൂ. അല്ലാതെ ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അതോടുകൂടി ഈ അമ്മയുടെ ജീവിതം തകർന്നതുപോലെ മോൻ്റെ ജീവിതവും തകരുകയുള്ളൂ. അത് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിർമ്മല ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയണം, മോൻക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. മോൻ്റെ സങ്കടം മാറാൻ അമ്മയുടെ മടിയിൽ കുറച്ചു നേരം തല വെച്ച് കിടന്നോളൂ എന്ന് പറയട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ഗൗതം നിർമ്മലയുടെ തല വെച്ച് ഗൗതം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഗൗതമിനെ ഒരു അമ്മ തൊട്ടിലിൽ കിടത്തി ആട്ടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് തോന്നുകയാണ്. എന്നിട്ട് ഗൗതം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന പാറുവിന് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അമ്മയും മോനും കൂടുതൽ അടുക്കുകയാണല്ലോ. എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്ന ഗൗതം ഇപ്പോൾ നിർമ്മലയുടെ അടുത്ത് വന്നിട്ടാണല്ലോ എല്ലാ വിഷമങ്ങളും സങ്കടവും പങ്കുവെക്കുന്നത് എന്നൊക്കെ കാണുമ്പോൾ പാറുവിന് സഹിക്കുന്നില്ല. അപ്പോൾ പാറു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് നിധി അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ പാറു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ അമ്മ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നിധി ആ സമയം ചിന്തിക്കുകയാണ്. അങ്ങനെ നിധി അവരുടെ രണ്ടുപേരുടെയും സ്നേഹമുള്ള വാത്സല്യമുള്ള ആ ഒരു
നിമിഷത്തിലേക്ക് നിധി അവിടേക്ക് ചെന്ന് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി നിധി നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിർമ്മല കിച്ചണിൽ പണിയെടുക്കുമ്പോഴാണ് അവിടേക്ക് പാറു ചെല്ലുന്നത്. അപ്പോൾ പാറുവിനെ കാണുമ്പോൾ നിർമ്മല ചോദിക്കുകയാണ്, എന്താ പാറു എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്താ പാറു എന്നും പറഞ്ഞ് നിർമ്മലയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി നിർമ്മല അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ പാർവതി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എൻ്റെ മോനെ സ്വന്തമാക്കണമല്ലേ, നീ എന്തിനാണ് നിൻ്റെ മടിയിൽ എൻ്റെ ഗൗതമിനെ താലോലിച്ച് ഉറക്കിയത്? എൻ്റെ മോനെ നീ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിന്നെ ഞാൻ ഇനി ഇവിടെ വെച്ച് വാഴിക്കില്ല, നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറയട്ടോ. അപ്പോൾ നിർമ്മല പറയണ, ഇല്ല പാറു, ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മോനെ എനിക്കിങ്ങനെ കണ്ടാൽ മാത്രം മതി, അല്ലാതെ ഒരിക്കലും ഞാൻ അവനോട് ഞാനാണ് അവൻ്റെ അമ്മ എന്നുള്ള വാക്ക് ഞാൻ പറയില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ, ഇല്ല നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും പോയിക്കോ എന്ന് പറയുമ്പോൾ പാറുവിൻ്റെ കാല് പിടിക്കാൻ, പാർവതി എന്നെ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ എവിടേക്ക് പോവാനാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത് ഒരിക്കലും ഞാൻ അവനോട് പറയില്ല, നീ എന്നെ ഒന്ന് മനസ്സിലാക്കി, എനിക്ക് ഗൗതമിനെ ഇങ്ങനെ കൺകുളിർക്കെ കണ്ടാൽ മാത്രം മതി, ഞാൻ ജീവിതകാലം മുഴുവനും ഇവിടുത്തെ വേലക്കാരിയായിട്ട് എൻ്റെ ഗൗതമിനെ കണ്ടുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുമ്പോഴും കരഞ്ഞുകൊണ്ട് നിർമ്മല പറയുമ്പോഴും പാറു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ പാറു പറയണേ, നീ ഈ വീട്ടിൽ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുന്നിൽ നിന്നെ കൊന്നു കളയും, എന്തിനാ നിന്നെ കൊന്നു കളയുന്നത് അല്ലേ, ഞാൻ തന്നെ അങ്ങ് ചത്തോളാം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് പാറുവിൻ്റെ കഴുത്ത് മുറിക്കാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ. നീ ഈ വീട്ടിൽ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വയം മരിച്ചോളാം, അപ്പം പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ, പിന്നെ നിനക്കും നിൻ്റെ ഗൗതമിനും കൂടി നിൻ്റെ മോൻക്കും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ പാറു ചെയ്യുന്നത് കാണുമ്പോൾ നിർമ്മല ആകങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പാറു നീ എന്താ ഈ കാണിക്കുന്നത്, പാർവതി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഉറപ്പായും ഞാൻ സ്വയം മരിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോളാം എന്ന് മനസ്സില്ലാ മനസ്സോടെ നിർമ്മല പറയുകയാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്താണ് പാറു കത്തി താഴെ വെക്കുന്നത്. എന്നാൽ ഇപ്പം തന്നെ ഈ വീട് വിട്ടു പോവണമെന്ന് പറയാണ്. അങ്ങനെ നിർമ്മല കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗൗതമിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞോട്ട് പറയുകയാണ്, എൻ്റെ സ്വന്തം മോനും മരുമകളും എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും എനിക്ക് ആരുമില്ലാതെ അനാഥയായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമല്ലോ. എൻ്റെ ഗൗതമിൻ്റെ കൂടെ എൻ്റെ ആയുസ് കഴിയുന്നത് വരെ ഈ വീട്ടിൽ തന്നെ ഒരു വേലക്കാരിയായിട്ട് എൻ്റെ മോനെ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാമെന്നാണ് ഞാൻ കരുതിയത്. ഇനി എനിക്കതിന് കഴിയില്ലല്ലോ, എൻ്റെ ഗൗതമിനെ ഇനി എനിക്ക് കാണാൻ കഴിയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് നിർമ്മല പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് നിർമ്മല ഗൗതമിനെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഗൗതം കാർ ഓടിച്ചു വന്ന സമയത്തുണ്ടായ അപകടത്തെക്കുറിച്ചും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് ഗൗതമാണ് സ്വന്തം മോൻ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ചും പിന്നീട് ഗൗതം വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ. ആ നിമിഷത്തിലാണ് അവിടേക്ക് പാറു വരുന്നത്. എന്നിട്ട് പാറു നിർമ്മലയെ തന്നെ സങ്കടത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവണം എന്ന് പറയാട്ടോ. അങ്ങനെ ഒരു കെട്ട് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ്, ഇത് എന്തിനാണ് ഈ പൈസ, ഞാൻ ഗൗതമിനെ പ്രസവിച്ച് തന്നതിനോ അതോ ഗൗതമിനോടാണ് അമ്മ എന്ന് പറയാതെ പോകുന്നതിനോ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള കൂലിയാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആറു പറയണേ, നീ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നീ ജീവിക്കുക, നിനക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ, അതിനാണ് ഈ പൈസ നീ കയ്യിൽ വെച്ചോ എന്ന് പറയുമ്പോൾ നിർമ്മല അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് പാറുവിനെ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് പാറുവിനോട് പറയണേ, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതൊന്ന് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഞാൻ ഗൗതമിനെ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വേണ്ട, നീ കാണണ്ട, കണ്ടാൽ നിധിക്ക് എന്തെങ്കിലും സംശയം വരും എന്ന് പറയട്ടെ. ഇല്ല, ഞാൻ ഒരിക്കലും സംശയത്തിന് ഇട കൊടുക്കില്ല, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷയോട് കൂടി ചോദിക്കുമ്പോൾ പാറു പറയണേ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഗൗതമിന് ഒരു ഗ്ലാസ് ചായയുമായിട്ട് അവൻ്റെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് നിർമ്മല ധൃതി പിടിച്ച് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന സാരിയൊക്കെ എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അതിൽ നിന്നും ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴുന്നത്. അപ്പോൾ പാറു ആ ഫോട്ടോ കാണുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ്. അത് ഞാനും ചന്ദ്രബോസും നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ, ഇതോടുകൂടി ഗൗതമിൻ്റെ അച്ഛൻ ചന്ദ്രബോസ് ആണെന്നുള്ളത് ആറു തിരിച്ചറിയുമല്ലോ എന്ന് പേടിയോട് കൂടി നോക്കുകയാണ് കേട്ടോ.
കേട്ടോ. ആ സമയത്ത് പാറു ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിർമ്മലയും പാറുവും കൂടി കൂട്ടുകാരായി ഇരുന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആയിരിക്കട്ടെ. അത് കാണുമ്പോൾ പാറുവിന് ഒരു വിഷമം വരികയാണ്. നിർമ്മലയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കും പാറുവിന് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം വരുന്നുണ്ട്. പക്ഷേ ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം എല്ലാവരും അറിയും. പിന്നെ ഗൗതം സ്വന്തം മകനാണെന്നുള്ളത് നിർമ്മല എങ്ങാനും അവനോട് പറയുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് നിർമ്മലയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. അങ്ങനെ നിർമ്മല ഗൗതമിനുള്ള ചായ സന്തോഷത്തോടു കൂടി എൻ്റെ മോൻക്ക് അവസാനമായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിലും വിഷമത്തിലുമായിട്ട് നിർമ്മല ഗൗതമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം നിധിയും ഗൗതമും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് നിധി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഗൗതമിനോട് ചോദിക്കുകയാണ്, അല്ല ഇന്നലെ ഉറക്കമുണർന്ന സമയത്ത് ഞാൻ ഗൗതമിനെ കണ്ടില്ലല്ലോ, ഗൗതം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നലെ ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഹാളിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് നിർമ്മലാമ്മ വന്നത്. എന്നിട്ട് നിർമ്മലാമ്മയുമായി സംസാരിച്ച ആ നിമിഷത്തിൽ എൻ്റെ വിഷമം തന്നെ ഒന്ന് അലിഞ്ഞു പോയതുപോലെയാണ് നിധി. എനിക്ക് എന്താണെന്ന് അറിയില്ല, നിർമ്മലാമ്മയോടുമായി സംസാരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വല്ലാത്തൊരു അടുപ്പമാണ്. നിർമ്മലാമ്മയെ എനിക്ക് കൈവിട്ട് കളയാൻ തോന്നുന്നില്ല. മുജ്ജന്മ ബന്ധം പോലെയാണ് എനിക്ക് നിർമ്മലാമ്മയുമായിട്ട് ഓരോ നിമിഷവും സംസാരിക്കുമ്പോഴും നിർമ്മലാമ്മ അടുത്തേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ട് നിർമ്മല അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഗൗതം പറയുകയാണ്, ഞാൻ ഒരിക്കലും നിർമ്മലാമ്മയെ വിട്ട് കളയില്ല, എന്നോടൊപ്പം ചേർത്ത് നിർത്തും, എനിക്ക് നിർമ്മലാമ്മയെ ഇപ്പോൾ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ ഗൗതമിനെ തന്നെ നിധി നോക്കുകയാണ് കേട്ടോ. സ്വന്തം അമ്മയെ ഗൗതം തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിധി ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. എന്നിട്ട് പറയണേ, ഞാൻ നിർമ്മലാമ്മയുടെ മടിയിൽ തലവെച്ച് ഇന്നലെ ഞാൻ തന്നെ അറിയാതെ ഉറങ്ങിപ്പോയി. ഞാനൊരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. എന്നെ നിർമ്മലാമ്മ തൊട്ടിലിൽ ആട്ടിത്തരുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് നിധി, ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറയണേ. അപ്പോൾ നിധിക്ക് തന്നെ എന്താണ് ഗൗതമിനോട് മറുപടി പറയേണ്ടത് എന്ന് അറിയാതെ സ്വന്തം അമ്മയെക്കുറിച്ച് തന്നെയാണല്ലോ ഗൗതം ഈ പറയുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നിർമ്മല അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം ചോദിക്കുക, ഞാൻ ചായ കുടിച്ചതാണല്ലോ അമ്മേ, എന്തിനാണിപ്പോൾ ചായ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മോൻക്ക് അവസാനമായി ഒരു ഗ്ലാസ് ചായ തരണം എന്ന് തോന്നി. അവസാനമായിട്ടോ? അപ്പോൾ അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഗൗതം ഇപ്പോൾ ഓഫീസിലേക്ക് പോവുകയല്ല, അപ്പോൾ പിന്നെ ഇനി വൈകുന്നേരത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്തല്ലേ ഇനി ഗൗതമിന് ചായ തരാൻ കഴിയുകയുള്ളൂ, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നിധിക്ക് ഒരു സംശയം വരികയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല കരഞ്ഞുകൊണ്ടിങ്ങനെ ഗൗതമിനെ തൊടുകയും എന്നിട്ട് മോൻ നല്ല ശ്രദ്ധിക്കണം, ചന്ദ്രബോസിനെ അയാളെ ഒരിക്കലും വിശ്വസിക്കരുത്, അയാൾ ഒരു ക്രൂരനാണ്, സ്വന്തം കാര്യത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യും, അതുകൊണ്ട് മോൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് ഗൗതമും നിധിയും ആകെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ. എന്താണ് പതിവില്ലാതെ നിർമ്മലാമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ കിച്ചണിലേക്ക് പോവട്ടെ, എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് നിർമ്മല പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഗൗതമും നിധിയും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ നിധിയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ സംശയം വരികയാണ്, എന്തോ നിർമ്മലാമ്മ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പാറു ചോദിക്കാൻ, ഞാൻ നിന്നോട് 2 മിനിറ്റ് അല്ലേ പറഞ്ഞത്, ഇപ്പം നീ പോയിട്ട് 10 മിനിറ്റ് ആയല്ലോ, എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ 10 മാസം എൻ്റെ ഗൗതമിനെ വയറ്റിലിട്ടതല്ലേ പാറു, അപ്പോൾ ഒരു 2 മിനിറ്റ് ഒരു 10 മിനിറ്റ് എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് ഇനി ചെലവാക്കാനുള്ള അനുവാദം എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പാറുവിന് ഉത്തരം മുട്ടുകയാണ് കേട്ടോ. പാറു വീണ്ടും പറയാണ്, നിർമ്മല ഈ പൈസ നീ കയ്യിൽ വെച്ചോ, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായ ചെലവുകളൊക്കെ വരുമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞ് നിർമ്മല സങ്കടപ്പെട്ട് ബാഗ് എടുത്ത് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും പാറുവിനോട് ചോദിക്കുകയാണ്, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ എനിക്കത് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഗൗതമിനെ കാണുന്ന സമയത്ത് ഗൗതമിനോടും നിധിയോടും കൂടി നിർമ്മല സംസാരിക്കുമ്പോൾ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മകൾ ജനിക്കുകയാണെങ്കിൽ എൻ്റെ പേര് ആ മോൾക്ക് ഇട്ടുകൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിധിയും ഗൗതമും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്താ നിർമ്മലാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് നിർമ്മല പൊട്ടിക്കരയുകയാണ് അവരുടെ മുന്നിൽ വെച്ച്, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മകളാണെങ്കിൽ എൻ്റെ പേര് ആ മോൾക്ക് ഇടുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗൗതം ഇങ്ങനെ തല കാട്ടുന്നുണ്ട്, ഉറപ്പായും ഇട്ടുകൊടുക്കും എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ നിർമ്മല കരഞ്ഞുകൊണ്ടാണ് റൂമിൽ നിന്ന് പോകുന്നത്. അപ്പോഴൊക്കെ നിധിക്ക് നല്ല സംശയം വരുന്നത്. അങ്ങനെ പാറുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട് പാറു, അത് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഈ ഗൗതമിനെ കൊണ്ട് എനിക്ക് കൊള്ളി വെക്കുമോ എന്ന്
കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ പാറു ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. നിർമ്മലയുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ പാറുവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ബെഡിൽ അങ്ങ് ഇരുന്നു പോവുകയാണ്. എന്നിട്ട് തലക്ക് കൈവച്ച് പൊട്ടിക്കരയുകയാണ് കേട്ടോ പാറു. അപ്പോഴത്തേക്കും നിർമ്മല കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടി പടി ഇറങ്ങുകയാണ്. പടി ഇറങ്ങുന്ന സമയത്ത് നിർമ്മല കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നിർമ്മല വീഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താ ഒരു അപശകുനം പോലെ എന്നോട് ഇവിടെ നിന്ന് പോവണ്ട എന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസ് വരുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്രബോസ് കാറിൽ വരുന്നത് കണ്ടപ്പോഴത്തേക്കും നിർമ്മല അവിടെ ഒളിച്ചു നിൽക്കുകയാണ്, ചന്ദ്രബോസിൻ്റെ കണ്ണ് വെട്ടിച്ച്. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം ചന്ദ്രബോസിന് ഒരു കോള് വരികയാണ്. അപ്പോൾ ആ കോളിൽ സംസാരിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ഗൗതം ഇതിൽ നിന്നും രക്ഷപ്പെടരുത്, അവനെ നമുക്ക് അകത്താക്കുക തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിർമ്മല ഇങ്ങനെ അതിശയിക്കുകയാണ്, ഇയാൾ എന്തോ ഗൗതമിന് എന്തോ ഒരു പണി കൊടുക്കാൻ, ഗൗതമിന് എന്തോ ഒരു ചതിയിൽ വീഴ്ത്താനാണല്ലോ ഇവൻ ശ്രമിക്കുന്നത്, ഈ ദുഷ്ടൻ, ഈ മഹാഭാബി എന്നൊക്കെ മനസ്സിൽ നിർമ്മല ചിന്തിക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് നേരെ അങ്ങ് അകത്തേക്ക് കയറുന്ന സമയത്താണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ എന്നേക്കുമായി അകത്താക്കാനുള്ള ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, എന്തായാലും ഗൗതം ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല, അതോടുകൂടി ഈ വീട് നമുക്ക് സ്വന്തമാവും, അതുപോലെ ഗൗതമിൻ്റെ എല്ലാ ബിസിനസ്സും നമുക്ക് സ്വന്തമാവും, അവൻ ഇനി പോലീസ് കേസായി അകത്ത് കിടക്കാൻ പോവുകയാണ്, ആയുഷ്കാലം മുഴുവനും അവൻ ഇനി പുറത്തിറങ്ങില്ല എന്ന് പറയട്ടോ ജ്യോതിയോട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്നും പറയേണ്ട, ആരെങ്കിലും കേൾക്കും, നീ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി റൂമിലേക്ക് കയറി കഥ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നിർമ്മല കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്, ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഗൗതമിനെ അകത്താക്കാൻ, ഗൗതമിനെ ഒരു വലിയ ചതിയിൽ പെടുത്താനുള്ള ഒരു പ്ലാൻ ആണല്ലോ, എന്തായിരിക്കും അവർ ഉദ്ദേശിച്ച പ്ലാന്, അത് എങ്ങനെ ഞാൻ കേൾക്കും, എന്താണ് ചെയ്യുക, ആരോട് പറയും, പാറുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പാറുവിനോട് ഞാൻ ഇക്കാര്യം പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നിർമ്മലയുടെ തോളത്ത് ഒരു കൈ വന്ന് ഒടുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർമ്മല അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിധി ആയിരിക്കും. അപ്പോൾ എന്താ മോളെ എന്ന് എന്താ അമ്മ എന്തിനാ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്നത്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിധിയോട് പറയാൻ ഒരുങ്ങുകയാണ്.